ഇടുക്കി കട്ടപ്പനയിൽ മോഷണക്കേസിലെ പ്രതികൾ ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാകും ആദ്യ ശ്രമം. നിതീഷിനൊപ്പം വിഷ്ണുവും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ട് കടയിലെ വീട്ടിൽ പ്രതിയെ എത്തിച്ചു തെളിവെടുപ്പ് നടത്തും. സിജോ വീണ്ടും ചേരുന്നു. സിജോ, വലിയ ദുരൂഹതയും നിഗൂഢതയും ഉയരുന്ന ഒരു കേസാണിത്. ഇതിൽ ഈ രണ്ടുപേരെയും കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് വരുത്തുന്നുണ്ടോ? ഏതൊക്കെ നിലയിൽ ഏതൊക്കെ വഴികളിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? സൈഫുദ്ദീൻ, ഈ കട്ടപ്പനയിലെ ആക്രിക്കടയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിനിടയിലാണ് ഇത്തരം ഒരു നിഗമനങ്ങളിലേക്കെല്ലാം എത്തുന്നത്. അതായത് ഈ മോഷണവുമായി ബന്ധപ്പെട്ടാണ് കട്ടപ്പന സ്വദേശികളായ വിഷ്ണുവിനെയും നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ ഈ കാണുന്ന വീട്ടിലേക്കാണ് പോലീസ് എത്തിയത്. കട്ടപ്പന പോലീസ് ഈ വീട്ടിൽ നടത്തിയ ആ ഒരു അന്വേഷണത്തിൽ ചില സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ അത് കണ്ടെത്തുകയായിരുന്നു. ഈ മുറിക്കുള്ളിൽ വിഷ്ണുവിൻ്റെ അമ്മയെയും സഹോദരിയെയും പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. ഇരുവരെയും അവിടെ നിന്ന് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ ഈ പൂജകളൊക്കെ നടന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങൾ, അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൂടാതെ ഈ അമ്മയുടെയും സഹോദരിയുടെയും മൊഴികളിലുള്ള ഒരു വൈരുദ്ധ്യവും പോലീസ് സംശയിച്ചു. ഒപ്പം തന്നെ പിതാവ് എവിടെ എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. 7 മാസം മുമ്പാണ് ഈ വിഷ്ണുവിൻ്റെ പിതാവ് വിജയനെ കാണാതാകുന്നത്. ഒപ്പം തന്നെ 2016 വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നവജാത ശിശു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം ഇവർക്ക് രണ്ടുപേർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് ഈ പല രീതിയിലുള്ള ഒരു സംശയങ്ങളിലേക്ക് പോലീസ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ നിതീഷ് പൂജകളെല്ലാം നടത്തുന്ന ആളാണ്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആഭിചാരക്രിയകളെല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. പോലീസ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, ഈ വീട്ടിൽ ഇപ്പോൾ കാണുന്ന കക്കാട്ടുകടയിലെ ഇവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട്ടിൽ ഈ വിഷ്ണുവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തി ഈ മുറിക്കുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതിന് പോലീസിനെ പ്രേരിപ്പിച്ച പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ തറ ഇളക്കിയ നിലയിലാണ്. അത് പ്രത്യേകിച്ച് അത് ഇളക്കി മാറ്റിയ ശേഷം പിന്നീട് അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്തത് അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഈ വീട്ടുടമയോട് പോലീസ് ചോദിച്ച് അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വീട് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അത്തരം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് വീട്ടുടമ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനമായും പോലീസിന് ഈ സംശയം ബലപ്പെടാനുള്ള ഒരു കാരണം. മറ്റൊരു കാര്യം, ഇവർ നേരത്തെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന കട്ടപ്പനയിലെ വീട്ടിൽ വെച്ച് 2016 ഈ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നവജാത ശിശു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. അതും ഏതെങ്കിലും രീതിയിൽ ഉള്ള ഒരു ആഭിചാരക്രിയയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെയോ ഭാഗമായിട്ടാണോ അത്തരമൊരു കൊല നടത്തിയതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു സംശയങ്ങളുടെ ബലത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം എല്ലാം തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമായും ഈ നിതീഷിനെ കസ്റ്റഡിയിൽ, പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ അല്പസമയത്തിനകം തന്നെ പോലീസ് സമർപ്പിക്കും. നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മോഷണ ശ്രമത്തിനിടെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടുപേരുടെയും മരണം കൊലപാതകമായിരുന്നോ? എന്തെല്ലാം ദുരൂഹതകളുണ്ട്, നിഗൂഢതകളുടെ ചുരുളഴിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഉത്തരം നൽകേണ്ടത് ഈ നിതീഷിനിൽ നിന്ന് ലഭിക്കുന്ന മൊഴികളാണ്. അന്വേഷണ സംഘം ഇന്ന് നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. പോലീസ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വ്യക്തത ഇന്ന് വരും മണിക്കൂറുകളിൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത്